രാകേഷ്, എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ഒരു ഇഞ്ച് പോലും പിറകോട്ടില്ല എന്ന നിലപാടിലാണോ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉള്ളത്? ശ്യാമിലി, ഏതായാലും വലിയ പ്രതിഷേധത്തിനാണ് ഡൽഹി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അല്പം മുമ്പ് എംപിമാരൊക്കെ തന്നെ ഗാന്ധി സ്മൃതിയിൽ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം എംപിമാർ ഇപ്പോൾ തൽക്കാലം പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് ഡൽഹി ഇന്നും സാക്ഷ്യം വഹിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് കഴിഞ്ഞ ദിവസം നടന്നതിന് സമാനമായി മുൻകൂട്ടി ഒരു അറിയിപ്പുമില്ലാതെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രതിപക്ഷ എംപിമാരും. കാരണം ഇന്ന് ഡൽഹിയിലെ മീഡിയ ഗ്രൂപ്പിലൊക്കെ തന്നെ വന്ന സന്ദേശം രാഹുൽ ഗാന്ധി ലോക്സഭാ എംപിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ ആ യോഗത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിലെ മറ്റു കണ്ടു. അങ്ങനെ അത്തരത്തിൽ വലിയൊരു സമരത്തിന് ഇപ്പോൾ ഡൽഹി വേദിയായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചതാണ്. രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചതാണ്. രാഹുൽ ഗാന്ധി ഇന്ന് അക്കാര്യം വീണ്ടും ആവർത്തിക്കുന്നു നമ്മൾ കണ്ടു. കാരണം വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കല്ല, അവർക്കൊപ്പം രാജ്യം മുഴുവനുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി ഇന്ന് ആവർത്തിച്ചു. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ അവർക്കൊപ്പം നിൽക്കുന്നു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയാൻ, വിദ്യാർത്ഥികളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് ഗാന്ധി സ്മൃതിയിലേക്കുള്ള ദൂരം ഏതാണ്ട് 1 കിലോമീറ്റർ ആയിരുന്നു. അതിനിടയിൽ പലതവണ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വാഹനങ്ങളൊക്കെ തന്നെ തടയാൻ ശ്രമം ഉണ്ടായി. എങ്കിൽ പോലും എംപിമാർ ബിർള ഹൗസിലെത്തുകയും അവിടെ ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇപ്പോൾ നന്ദി രാകേഷ്, വിവരങ്ങൾക്ക് എന്തായാലും